ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 1 ദിനവൃത്താന്ത പുസ്തകമാണല്ലോ നമ്മൾ വായിക്കുന്നത്. ദിനവൃത്താന്ത പുസ്തകത്തിൽ 1-ാം അധ്യായം മുതൽ 9-ാം അധ്യായം വരെ സുദീർഘമായൊരു വംശാവലി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ വംശാവലി കൊടുക്കുവാനുള്ള കാരണമായി മനസ്സിലാക്കാവുന്നത് 70 വർഷത്തോളം ബാബേൽ പ്രവാസത്തിൽ പോയ ഇസ്രായേൽ ജനം, നെബൂഖദ്നേസർ രാജാവ് അവരെ ബാബേൽ പ്രവാസത്തിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് അവർ തിരിച്ചു വന്നപ്പോൾ അവരുടെ നിലനിൽപ്പിനും അവരെ ഒന്നിച്ചു നിർത്തുവാനും ശത്രുക്കളോട് പോരാടാനും അവരുടെ പാരമ്പര്യം പറയേണ്ടത് ആവശ്യമായി വരികയാണ്. കാരണം 70 വർഷം ഇതിൽ നിന്നുള്ള അവസരം ലഭിച്ചില്ല. അവരുടെ അടിമത്ത ജീവിതത്തിലാണ്. അവരെക്കുറിച്ചോ അവരുടെ പാരമ്പര്യങ്ങളെക്കുറിച്ചോ പിതാക്കന്മാരെക്കുറിച്ചോ ഒന്നും ഉള്ള സ്മരണ 70 വർഷമായപ്പോഴത്തേക്കും അവരിൽ നിന്നൊക്കെ മിക്കവാറും മാഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വന്നപ്പോൾ ആ പാരമ്പര്യം പറഞ്ഞ് അവരെ ഒന്നിച്ചു നിർത്തുക എന്നുള്ളത് ആവശ്യമായി വന്നിട്ടുണ്ട്. ആരാണ് ഈ പാരമ്പര്യം ഇവിടെ പറയുന്നതെന്ന ഈ ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ ലേഖകൻ ആരാണെന്ന് വ്യക്തമല്ല. അവരെ അന്നത്തെ കാലത്ത് ഒന്നിച്ചേർത്താൻ സാധ്യതയുള്ള പുരോഹിത ഗോത്രമായ ലേവ്യ ഗോത്രത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പോൾ അവരെ ഒന്നിച്ചു നിർത്താൻ വേണ്ടി ഈ ഒരു വംശാവലി പറയേണ്ടത് ആവശ്യമായി വന്നേക്കാം. അവർ ഇസ്രായേലിൻ്റെ യഥാർത്ഥ പിന്തുടർച്ചക്കാരാണെന്നും ദൈവം വാഗ്ദത്തം നൽകിയത് അവരുടെ പിതാക്കന്മാർക്കാണെന്നും ആ വാഗ്ദത്ത നിവൃത്തിയിലേക്ക് ദൈവം നമ്മളെ വഴി നടത്തുകയാണെന്നും ഒക്കെ അവർക്ക് മനസ്സിലാക്കണമെങ്കിൽ പിതാക്കന്മാരുടെ പേരുകളും ആ വംശാവലിയും ആരംഭവും അത് പറയേണ്ടതാണ്. ആദം മുതൽ അവർ വംശാവലി പറഞ്ഞു വരികയാണ്. ആദ്യ മനുഷ്യനായ ആദം മുതൽ പിന്നീടുള്ളതായ എല്ലാ കാര്യങ്ങളും അവരുടെ അങ്ങനെ തലമുറകൾ പറഞ്ഞു വരുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ ഒന്നിച്ചു നിർത്താൻ വേണ്ടി, ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യക്തമാകാൻ വേണ്ടി ആയിരിക്കണം ഈ വംശാവലി ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ നിയമത്തിലും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും വംശാവലി നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ അബ്രാഹാമിൽ ആരംഭിച്ച് യേശുക്രിസ്തു വരെയുള്ള ഒരു വംശാവലി മത്തായി ശ്ലീഹ പറയുന്നു. കാരണം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എഴുതുന്ന യഹൂദന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യങ്ങളിലും പിതാക്കന്മാരിലും ഏറെ അഭിമാനം കൊള്ളുന്നവരാണ്. അപ്പോൾ അവർ യേശുക്രിസ്തുവിനെ അംഗീകരിക്കണമെങ്കിൽ ആ പാരമ്പര്യം പറയേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് അത് അബ്രാഹാമിനെ പൂർവ്വപിതാവായ ഇസ്രായേൽ ജനമൊക്കെ അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ആ അബ്രാഹാമിൽ ആരംഭിച്ച് യേശുക്രിസ്തു വരെ ആ ഒരു വംശാവലിയിൽ വന്ന് ലോകരക്ഷകനായ കർത്താവ് വന്നിരിക്കുന്നു എന്നവരെ ബോധ്യമാക്കുവാൻ. എന്നാൽ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷ വംശാവലി നമ്മൾ കാണുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങളിൽ ആ വംശാവലിയുടെ പ്രത്യേകത യേശുക്രിസ്തുവിൽ ആരംഭിച്ച് അത് പുറകോട്ടാണ് പറയുന്നത്. പുറകോട്ട് പറഞ്ഞ് അബ്രാഹാമിൽ ചെന്ന് അവസാനിച്ചില്ല, ആദം വരെ ആ വംശാവലി പറഞ്ഞു പോകുന്നുണ്ട്. കാരണം ആദമിൽ ജാതിയും മതവും ഒന്നുമില്ല, മനുഷ്യർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ലൂക്കോസ് വിശേഷകൻ്റെ ലക്ഷ്യം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും ക്രൂശുമരണവും പുനരുത്ഥാനവും ഒക്കെ സകല ജാതികളുടെയും ലക്ഷ്യമാണ്. ആ സകല ജാതികളുടെയും ലക്ഷ്യം എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെയൊരു വംശാവലി അദ്ദേഹം പറഞ്ഞ ആദമിൽ ചെന്ന് നിൽക്കാൻ കാരണം അവിടെ ജാതിയും മതവും ഒന്നുമില്ലല്ലോ, മനുഷ്യർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇനി
അതുപോലെ തന്നെ ആദ്യ മനുഷ്യനായ ആദം മുതൽ സകല ഇസ്രായേൽക്കാരും ദൈവത്തിൻ്റെ ന്യായവിധിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നുവെന്ന് അവരെ സൂചിപ്പിക്കുവാനും, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തിയുടെ കീഴിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും ഇസ്രായേൽ ജനത്തെ ബോധ്യപ്പെടുത്തുവാൻ ഈ വംശാവലിയും പൂർവ്വചരിത്രങ്ങളൊക്കെ പറയേണ്ടതായ സാഹചര്യം വന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു വംശാവലി വരാൻ കാരണമായിട്ട് തീർന്നത് എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വംശാവലിയിൽ ലേവ്യ ഗോത്രം, യഹൂദ ഗോത്രം, ബെന്യാമിൻ ഗോത്രം, ദാവീദ് എന്നിവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായി കാണാൻ പറ്റും. കാരണം അവരുടെ അനന്തരാവകാശികൾ എന്ന് കാണുന്ന ഉന്നത സ്ഥാനം കൊടുത്താണ് ഈ വംശാവലി അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം വായനക്കാർക്ക് ഉൽപ്പത്തി പുസ്തകം മുതൽ പരിചയമുണ്ട് എന്നുള്ള ഒരു മുൻവിധിയോടുകൂടിയാണ് ഈ പേരുകളൊക്കെ ഇവിടെ ഇത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇതിനു മുമ്പ് മുഴുവൻ ചരിത്രം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പന്മാരെ കുറിച്ച് പറഞ്ഞെങ്കിലും വാമൊഴികളായിട്ടെങ്കിലുമൊക്കെ അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ആ ചരിത്രം അവർക്കറിയാമെന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇത് എഴുതുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചില കുടുംബങ്ങളുടെ ഉപശാപകളുടെ വിസ്തീർണങ്ങൾ പോലും ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു പ്രത്യേകത, എല്ലാവരുടെയും വംശാവലി ആദം മുതൽ പറയുന്നു, കായേൻ്റെ വംശാവലിയെപ്പറ്റി ഇവരുടെ ഒന്നും ഇതിനകത്ത് പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ്. അത് അങ്ങ് വിട്ടുകളഞ്ഞതാവാം. ആ ഒരു വംശാവലിയെപ്പറ്റി ഇതിനകത്തൊന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ഉൽപ്പത്തി പുസ്തകവുമായി നമ്മൾ ഒത്തുനോക്കുമ്പോൾ ചില പേരുകളിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ കാലഘട്ടങ്ങളിലുണ്ടാവുന്ന മാറ്റങ്ങളായിരിക്കാമെന്ന് നമുക്ക് വിശ്വസിക്കാം. പിന്നെ അതിൽ ഉപയോഗിക്കുന്ന ഭാഷയുടെയൊക്കെ വ്യത്യാസങ്ങൾ സംഭവിച്ചിരിക്കാം. ഇന്ന് നമ്മൾ 2-ാം അധ്യായമാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. 2-ാം അധ്യായത്തിൽ യഹൂദ ഗോത്രത്തെക്കുറിച്ചാണ് ഇനി പറഞ്ഞു വരുന്നത്. ഇസ്രായേലിൻ്റെ, യാക്കോബിൻ്റെ ആദ്യത്തെ 12 മക്കളെക്കുറിച്ചുള്ള പറയുന്നുണ്ട്. രൂബേൻ, ശിമെയോൻ, ലേവി, യഹൂദ എന്ന് പറഞ്ഞ 12 പേരെക്കുറിച്ച് പറഞ്ഞിട്ട് അതിൽ യഹൂദ ഗോത്രത്തിന് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞു വരികയാണ്. കാരണം യേശു ക്രിസ്തുവിൻ്റെ ആഗമനം യഹൂദ ഗോത്രത്തിൽ നിന്നാണല്ലോ. ലോകരക്ഷകനായ ക്രിസ്തുവിൻ്റെ ആഗമനവും യഹൂദ ഗോത്രത്തിൽ നിന്നാണ്. അപ്പോൾ യഹൂദായുടെ പുത്രന്മാർക്ക് ആ വംശാവലിക്ക് കൂടുതൽ പ്രാധാന്യം ഇവിടെ കൊടുക്കുന്നതായി നമ്മളിവിടെ കാണുന്നുണ്ട്. 3-4 വാക്യങ്ങളിൽ യഹൂദായുടെ കുടുംബത്തെ പറ്റിയുള്ള ഒരു ചുരുങ്ങിയ ഒരു വിവരണം നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ വിശദമായ വിവരണം ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായത്തിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. യഹൂദായെക്കുറിച്ചും താമാറിനെക്കുറിച്ചും. ആ താമാറിൽ നിന്നാണ് വാസ്തവത്തിൽ യഹൂദായുടെ യഥാർത്ഥ വംശം പിന്നീട് നിലനിൽക്കുന്നത്. താമാറിലൂടെയാണ്. നമുക്കറിയാം, താമാർ അദ്ദേഹത്തിൻ്റെ മരുമകളായിരുന്നു. അവൾക്ക് ലഭിക്കേണ്ടതായ അവകാശം അല്ലെങ്കിൽ ദേവരധർമ്മം, അന്നത്തെ കാലത്ത് ലിബറേറ്റ് മാരേജ് നിവർത്തിച്ചു കൊടുക്കാത്തതുകൊണ്ട് അവൾ അങ്ങനെ അമ്മായിപ്പനെ കബളിപ്പിച്ച് അവനിലൂടെ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുന്നുണ്ട്. അവനിലൂടെയാണ് യഹൂദ ഗോത്രത്തിൻ്റെ വംശം പിന്നീട് മുന്നോട്ട് പോകുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. ലഭിക്കേണ്ട അവകാശം ഒരാൾക്ക് ലഭിക്കാതിരുന്നാൽ ദൈവം നീതിമാനായതുകൊണ്ട് അവകാശമൊക്കെ ലഭിക്കത്തക്കൊണ്ടുള്ള സംവിധാനമാണല്ലോ അവിടെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ യഹൂദ താമാറിൻ്റെ സംഭവത്തിൻ്റെ സൂചന മാത്രമേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഈ ഭാഗമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വംശാവലിയെ പറയുമ്പോൾ മത്തായി ശ്ലീഹായും എടുത്ത് താമാറിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ 3-ാം വാക്യത്തിൽ താമാറിനെക്കുറിച്ച് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദിൻ്റെ കുടുംബത്തെ പറ്റിയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. 1 ശമൂവേൽ 16-ാം അധ്യായത്തിൽ ദാവീദിനെ കുറിച്ച് പറയുന്നത് ഈശായിയുടെ 8 മക്കളിൽ ഒരാളായിട്ടാണ്, ഏറ്റവും പറയുന്നുണ്ട്. ഇവിടെ 7 മക്കളിൽ ഒരാളായിട്ടാണ് പറയുന്നത്. അങ്ങനെ വ്യത്യാസം ഇവിടെ വന്ന് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 21-ാം വാക്യത്തിൽ ബെസലേലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ബെസലേലാണ് ദേവാലയ നിർമ്മാണത്തിന്, സമാഗമന കൂടാരത്തിന് നിർമ്മാണം നടത്തുമ്പോൾ യഹോവയുടെ പ്രത്യേകമായ ആത്മാവ് വന്ന് അവന് കരകൗശലത്തിനുള്ള എല്ലാ ഇതും കൊടുത്തു. അവനോട് ചേർന്ന് അവനെ സഹായിക്കാൻ വേണ്ടി ഒഹേലിയാബ് എന്ന് പറഞ്ഞ മനുഷ്യനെ കൂടെ അവിടെ ആക്കുന്നതായ കാര്യം അത് പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിൽ 1 മുതൽ വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ആ ബെസലേൽ ഈ
യഹൂദ ഗോത്രത്തിൻ്റെ ആ പാരമ്പര്യത്തിൽ നിന്നാണ് വരുന്നത് എന്ന് ഇവിടെ പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ദൈവം ചരിത്രത്തിലൂടെ പ്രവർത്തിച്ച് തൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളിലേക്ക് ഇസ്രായേൽ ജനത്തെ വഴി നടത്തുന്നു എന്ന കാര്യം ഇസ്രായേൽ ജനത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് വംശാവലിയുടെ ഉദ്ദേശമായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്കൊക്കെയും വംശാവലി ഓരോരുത്തരുടെയും പേരിൽ നമ്മൾ ചിന്തിച്ചു, ഓരോരുത്തരുടെയും പേര് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. കാരണം ദൈവത്തിന് വംശത്തേക്കാൾ ഗോത്രത്തേക്കാൾ ഓരോ വ്യക്തിയിലും ദൈവത്തിന് പ്രാധാന്യമുണ്ട്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. അതുകൊണ്ട് നമ്മുടെയൊക്കെ പേര് ചൊല്ലി ദൈവം നമ്മളെ വിളിക്കുന്നു. മാമോദീസാൽ പേര് ചൊല്ലി നമ്മുടെ സ്ഥാനമേൽക്കുന്നത് കൊണ്ട് തന്നെയാണല്ലോ. അതൊക്കെ നമ്മൾ ഇന്നലെ ചിന്തിച്ചതാണ്. അതുകൊണ്ട് ആ രക്ഷാകര ദൈവത്തിൻ്റെ ആ രക്ഷാകര പ്രവർത്തനങ്ങളുടെ ഭാഗമായി കർത്താവ് മനുഷ്യാവതാരം ചെയ്യുകയും ആ രക്ഷയുടെ ആ വലിയ വാതിൽ കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു തരികയും ചെയ്തു. ഇതൊക്കെ വായിക്കുമ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ സ്മരിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ ആ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി രണ്ടാമത്തെ വരവരെയും അവനോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം ദൈവമേ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.